ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ രണ്ട് മക്കളാണ് ഹാബീലും ഖാബീലും. ഹാബീൽ ഖാബീൽ. ഹവ്വാ റളിയല്ലാഹു അൻഹ 20 പ്രസവമാണ് നടത്തിയത്. ഭൂമിയിലേക്ക് വന്നതിന് ശേഷം 20 പ്രസവം. ആ 20 പ്രസവത്തിൽ ഓരോ പ്രസവത്തിലും ഒരാണും ഒരു പെണ്ണുണ്ടാവും. മൊത്തം 40 മക്കളായിരുന്നു. അപ്പോൾ ഒരു ഗർഭത്തിലുണ്ടായിരുന്ന ആൺകുഞ്ഞ് അടുത്ത ഗർഭത്തിലുള്ള പെണ്ണിനെ വിവാഹം കഴിക്കണം. അതാണ് അന്നത്തെ ശരിയാത്ത്. വേറെ മനുഷ്യന്മാരില്ലല്ലോ. അപ്പോൾ ആദ്യത്തെ ഗർഭത്തിലുള്ള സഹോദരന് ഒരു പുരുഷൻ രണ്ടാമത്തെ ഗർഭത്തിലുള്ള തൻ്റെ സഹോദരി വിവാഹം കഴിക്കണം. അങ്ങനെയായിരുന്നു അന്നത്തെ നിയമം. അങ്ങനെയാണ് ഖാബീലിന് ലഭിച്ച പെണ്ണ് ഖാബീലിന് അത്രമാത്രം ഇഷ്ടമായില്ല. ഹാബീലിന് ലഭിച്ചതോ നല്ല ഭംഗിയുള്ള കുട്ടിയായിരുന്നു. ഈ സമയത്ത് പറഞ്ഞു എനിക്ക് ഖാബീൽ പറഞ്ഞു ഹാബീലിനോട് എനിക്ക് അവളെ വേണം. പക്ഷെ അള്ളാഹുവിൻ്റെ നിയമമല്ലേ, അള്ളാഹുവിൻ്റെ ശരീഅത്തല്ലേ, അത് നിഷേധിക്കാൻ കഴിയില്ലല്ലോ. അവസാനം അസൂയ മൂത്ത് തൻ്റെ പ്രിയപ്പെട്ട സഹോദരന് തന്നേക്കാൾ ഭംഗിയുള്ള മൊഞ്ചുള്ള പെണ്ണിനെ കിട്ടിയെന്ന ഒറ്റ കാരണം കൊണ്ട് ഹാബീലിനെ കൊന്നുകളഞ്ഞു. ലോകത്തെ ആദ്യത്തെ കൊലപാതകം. എന്തിനു വേണ്ടിയായിരുന്നു? എന്തിനു വേണ്ടിയാ? പെണ്ണിന് വേണ്ടിയിട്ട്. പെണ്ണുങ്ങൾ നിസ്സാരക്കാരല്ലട്ടാ. ലോകത്തെ ആദ്യത്തെ കൊലപാതകം. അസൂയ. തൻ്റെ കൂടപ്പിറപ്പിന്, തൻ്റെ സഹോദരൻ, തൻ്റെ ജ്യേഷ്ഠന്, തൻ്റെ അനുജന് എന്തെങ്കിലും അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോൾ അത് നിഷേധിക്കണം, അത് അവന് ഇല്ലാതെയാകണമെന്ന് ആഗ്രഹിക്കുന്നതാണല്ലോ അസൂയ എന്ന് പറയാം, ഹസദ് എന്ന് പറയാം. അൽ ഹസദു യഅകുലുൽ ഹസനാത്ത് കമാ തഅകുലുൻ നാറുൽ ഹതബ്. അസൂയ വലിയ നാശമാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും നന്മകളുണ്ടെങ്കിൽ ആ നന്മകൾ മുഴുവനും കരിച്ചു കളയാൻ ഹസദ് കാരണമാകുമെന്ന് നബിയുനാ റസൂലുള്ളാഹ്. ഇന്നിന്റെ മുഴുവൻ കലാപങ്ങളും ഹസദാണ്. ഇന്നിന്റെ മുഴുവൻ പ്രശ്നങ്ങളും അസൂയയാണ്. അത് കുടുംബത്തിലാവട്ടെ, സമൂഹത്തിലാവട്ടെ, മഹല്ലത്തിലാവട്ടെ. എനിക്കൊരു അനുഗ്രഹം ലഭിക്കുന്നത് മറ്റൊരാൾക്ക് കണ്ടുകൂടാ. അത് എങ്ങനെങ്കിലും അവരിൽ നഷ്ടപ്പെടുത്തണമെന്നുള്ള ചിന്ത. ഈ ചിന്തക്കല്ലേ ഹസദ് എന്ന് പറയുന്നത്. എന്നാൽ മുഅ്മിനീങ്ങളെ, സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, അങ്ങനെ ഹസദ് വെച്ചുകൊണ്ട് നമ്മുടെ ചോരകളെ, നമ്മുടെ ജ്യേഷ്ഠനെ, നമ്മുടെ അനുജനെ, നമ്മുടെ പെങ്ങന്മാരെ ആരെങ്കിലും വേദനിപ്പിച്ചാൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖാബീൽ വന്നിട്ട് ഹാബീലിന്റെ കാൽക്കൽ വീഴും, മഹ്ശറിൽ കാൽക്കൽ വീഴും. എടാ എന്ന് അന്ന് അബദ്ധം സംഭവിച്ചതാണ്, അറിയാതെ പറ്റിപ്പോയതാണ്. ആ ഒരു നിമിഷത്തിൽ പിശാചിന്റെ കെണിവലയിൽ പെട്ടുകൊണ്ട് സംഭവിച്ചു പോയതാണ്, എനിക്ക് മാപ്പ് തരണമെന്ന് പറഞ്ഞ് ഹാബീലിന്റെ കാലിൽ വീഴുന്നു ഖാബീൽ. ഈ സമയത്ത് ഹാബീൽ ഓടുകയാണ്. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി. ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്താ ഓടാൻ കാരണമെന്നറിയോ? അവിടെ എത്തിയപ്പോൾ ഹാബീലിന് ഖാബീലിനോട് വെറുപ്പൊന്നുമില്ല. അവിടെ വെറുക്കേണ്ട സ്ഥലമല്ലല്ലോ. തന്നെ കൊന്നവനാണ് എൻ്റെ മുമ്പിലുള്ളത് എന്ന വെറുപ്പ് കൊണ്ടാണോ? അല്ല, വെറുപ്പ് കൊണ്ടല്ല, മറിച്ച് തൻ്റെ സഹോദരൻ അനുഭവിക്കുന്ന ഭയാനകരമായ അദാബ് കാണാൻ പറ്റാതെ. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു ആക്സിഡൻ്റ് ആയി സങ്കല്പിക്കുക. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ നമ്മെ, നമ്മുടെ കുടുംബങ്ങളെയും നമ്മുമായി ബന്ധപ്പെട്ട എല്ലാവരെയും, എല്ലാ അപകടങ്ങളെ തൊട്ടും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ചിന്നി ചിതറിക്കിടക്കുന്ന ശരീരഭാഗങ്ങൾ. ഒരു വാഹന അപകടത്തിൽ ഒരാൾ വാഹനം തട്ടി മരിച്ച് റോഡിൽ രക്തമൊഴുകി കിടക്കുന്നത് കാണുമ്പോൾ ചില ആളുകൾ ചെന്ന് വാരിയെടുക്കും, ചില ആളുകൾ അതിൻ്റെ അടുത്തേക്ക് ചെല്ലും, ചില ആളുകൾ കണ്ണുപൊത്തും. അല്ലേ? സഹിക്കാൻ പറ്റില്ല, കാണാൻ പറ്റില്ല, തളർന്നു പോകും. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി. തന്നെ കൊന്ന തൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ ഖാബീൽ, ആ ഖാബീലിൻ്റെ നരകയാതന കണ്ട് അവൻ മഹ്ശറിലെത്തിയപ്പോഴേക്കും വിചാരണക്ക് മുമ്പ് തന്നെ അദാബ് തുടങ്ങിയിട്ടുണ്ട്. വിചാരണക്ക് മുമ്പ് തന്നെ അദാബ് തുടങ്ങിയിട്ടുണ്ട്. മഹ്ശറിൽ നിൽക്കാൻ സാധിക്കുന്നില്ല. ഈ സമയത്ത് ഹാബീലിനെ സമീപിച്ചുകൊണ്ട് പറയുന്നു, എടാ എനിക്ക് മാപ്പ് തരണം, പൊരുത്തപ്പെട്ട് തരണം, അന്നങ്ങ് സംഭവിച്ചു പോയതാണെന്ന് പറയുമ്പോൾ നോക്കി നിൽക്കാൻ കഴിയാതെ, ഈ ഒരവസ്ഥ അഭിമുഖീകരിക്കാൻ കഴിയാതെ ഖാബീലിൽ നിന്ന് ഹാബീൽ ഓടിപ്പോകുമെന്ന് നബിയുനാ റസൂലുള്ളാഹ്
സഹോദരന്മാരെ, ഇതൊരു ഹാബീലിൻ്റെയും കാബീലിൻ്റെയും മാത്രം ചരിത്രമല്ല. നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ ഉമ്മാൻ്റെ, നമ്മുടെ ഉപ്പാൻ്റെ, നമ്മുടെ മക്കളായ നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ സഹോദരിമാർ, അവരെ ആരെങ്കിലും പ്രയാസപ്പെടുത്തിയാൽ അവർക്ക് അവകാശമുള്ള സ്വത്ത് വേറെ രൂപത്തിലൂടെ നാം സ്വയത്തമാക്കിയാൽ, നമ്മുടെ ജ്യേഷ്ഠന് കിട്ടേണ്ടത് അനുജൻ തട്ടിയെടുത്തു, അനുജന് കിട്ടേണ്ടത് ജ്യേഷ്ഠൻ തട്ടിയെടുത്തു, അതല്ലെങ്കിൽ അവനെ മാനസികമായി തളർത്തി കുടുംബത്തിൽ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചു, മഹ്ശറിലെത്തുമ്പോൾ കടുത്ത വില കൊടുക്കേണ്ടി വരും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു ഉമ്മയുടെ ഗർഭാശയത്തിൽ വളർന്നു വലുതായി പുറത്തു വന്ന് നാം നമ്മുടെ ജ്യേഷ്ഠനെ എങ്ങനെ നമ്മൾ വെറുക്കാൻ കഴിയും? നമ്മുടെ അനുജനെ നമ്മൾക്കെങ്ങനെ വെറുക്കാൻ കഴിയും? നമ്മുടെ പെങ്ങന്മാരെങ്ങനെ അകറ്റി നിർത്താൻ കഴിയും? ഒരു പക്ഷേ വിവാഹം കഴിക്കുന്നത് വരെ എല്ലാം സഹോദരങ്ങളും സഹോദരിമാരെല്ലാം വലിയ സ്നേഹത്തിലും ഐക്യത്തിലുമാണ്. ഒരു ദിവസം പോലും കാണാതെ പിരിഞ്ഞു നിൽക്കാൻ കഴിയില്ല. നമ്മളെ പെങ്ങളെ കെട്ടിച്ചയക്കുന്ന സമയത്ത് നമുക്ക് കാണാറില്ലേ എങ്ങനെയാണ് നമ്മളെ യാത്രയാക്കുന്നത്? കണ്ണീരൊഴുക്കി വിതുമ്പിയിട്ടല്ലേ നമ്മുടെ പെങ്ങന്മാരെ യാത്രയാക്കുന്നത്. അള്ളാഹു നമ്മുടെ സഹോദര സഹോദരിമാർക്ക് ഖൈറ് നൽകട്ടെ. എന്നാൽ സഹോദരന്മാരെ, സഹോദരിമാരെ, വിവാഹശേഷമുള്ള നമ്മുടെ ജീവിതം എന്താണ്? വിവാഹത്തിന് ശേഷം നമ്മുടെ ജ്യേഷ്ഠനോടുള്ള ബന്ധം എത്രമാത്രമുണ്ട്? അനുജനോടുള്ള ബന്ധത്തിൻ്റെ കാര്യമൊന്ന് പരിശോധിക്കൂ. നമ്മുടെ സഹോദരിമാരെ എത്രത്തോളം നാം ചേർത്ത് പിടിക്കുന്നുണ്ട് ഇപ്പോൾ? മുമ്പ് നമ്മൾ അങ്ങനെയായിരുന്നില്ലല്ലോ. എന്തു പറ്റിപ്പോയി നമുക്ക്? ഇവിടെയാണ് ഹസദ് നമ്മുടെ കൽബിൽ വന്നു ചേരുന്നുണ്ടോ? കാബീലിന്റെ സ്വഭാവം നമ്മിലേക്ക് വരുന്നുണ്ടോ? ചിന്തിക്കേണ്ട സമയമാണ്. ഒരിക്കലും പാടില്ല, ഒരു ദിവസം പോലും ജ്യേഷ്ഠനോട് മിണ്ടാതിരിക്കാൻ പാടില്ല. നിങ്ങൾ കണ്ടോ, ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അല്ലഹുൽ കബീർ, നിന്റെ ജ്യേഷ്ഠ സഹോദരൻ നിന്റെ ഉപ്പാക്കു തുല്യമാണ്, ഉപ്പാന്റെ സ്ഥാനത്താണെന്ന് നബിയുനാ റസൂലുള്ളാഹ്. നിന്റെ ജ്യേഷ്ഠ സഹോദരൻ ഉപ്പാന്റെ സ്ഥാനത്താണ്, അത്രമാത്രം നീ ബഹുമാനിക്കേണ്ട ആളാണ്. അവൻ എന്ന് വിളിക്കേണ്ടവനല്ല, അവനെന്ന് വിളിക്കേണ്ടവരല്ല, അവരെന്ന് വിളിക്കേണ്ടതാണ്. ഇക്കാക്കാന്റെ പേര് പോലും വിളിക്കുമ്പോൾ ശ്രദ്ധിക്കണം. അത്രമാത്രം ബഹുമാനിക്കേണ്ടതാണ്. നമ്മുടെ ജ്യേഷ്ഠ സഹോദരൻ ഉപ്പാന്റെ സ്ഥാനത്താണ്. എന്നാൽ അല്ലാഹുസ്സഗീർ, നമ്മുടെ കൊച്ചനുജൻ, നമ്മുടെ പെങ്ങന്മാര്, നമ്മുടെ താഴെയുള്ള പെങ്ങന്മാര് നമ്മുടെ മക്കളുടെ സ്ഥാനത്താണ് കേട്ടോ. അത്രമാത്രം വിലയാണ് നമ്മുടെ ബന്ധങ്ങൾക്കുള്ളത്. ആ ബന്ധങ്ങൾ ആടിയുലയാൻ പാടില്ല, ആ ബന്ധങ്ങൾക്ക് വിള്ളലുണ്ടാകാൻ പാടില്ല. ആ ബന്ധങ്ങൾ തീരെ ഇല്ലാതെയായി പോയാൽ ദുനിയാവും ആഖിറവും നഷ്ടപ്പെടുമെന്ന് മാത്രമല്ല, അവരോടുള്ള വെറുപ്പ് വന്ന് നമ്മുടെ കൽബിൽ ഹസദ് വന്നു, അസൂയ വന്നു, അവരോട് ദേഷ്യം വന്നു, വെറുപ്പ് വന്നു. ആ വെറുപ്പിന്റെ പേരിൽ ഒരുപാട് അപരാധങ്ങൾ പറഞ്ഞു, ഒരുപാട് കുറ്റപ്പെടുത്തലുകൾ ഉണ്ടായി, ഒരുപാട് ആക്ഷേപങ്ങൾ ഉണ്ടായാൽ ഒരു പക്ഷേ നിന്റെ അനുജൻ നിന്നോട് പ്രതികരിച്ചില്ല എന്ന് വരാം, ഒരു പക്ഷേ നിന്റെ ജ്യേഷ്ഠൻ നിന്നെ എതിർത്ത് പറഞ്ഞില്ല എന്ന് വരാം, ഒരു പക്ഷേ നിന്റെ പെങ്ങൾ നിന്നോട് എതിർത്ത് സംസാരിച്ചില്ല എന്ന് വരാം. പക്ഷേ പിടികൂടും നമ്മളെ നമ്മുടെ പെങ്ങള്, പിടികൂടും നമ്മുടെ ജ്യേഷ്ഠൻ, പിടികൂടും നമ്മുടെ അനുജൻ. യൗമ യഫിദ്ദുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി. ഏതെങ്കിലും നിലക്ക് നമ്മുടെ ജ്യേഷ്ഠനോട് പിണങ്ങിയിട്ടുണ്ടോ? മടിക്കണ്ട, നാം കാത്തു നിൽക്കണ്ട. നമ്മുടെ മകളുടെ കല്യാണം വരെ കാത്തു നിൽക്കണ്ട. കല്യാണത്തിന് എന്തായാലും വിളിക്കാൻ പോകണം എന്ന് കല്യാണം കഴിയാൻ വേണ്ടി കാത്തു നിൽക്കണ്ട. ഇൻഷാ അല്ലാ ഇന്ന് ഈ സദസ്സ് കഴിഞ്ഞുകൊണ്ട് നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ നിങ്ങളോട് മിണ്ടാതിരിക്കും നിങ്ങൾ പ്രിയപ്പെട്ട ജ്യേഷ്ഠനെ കണ്ടാൽ അസ്സലാമു അലൈക്കും എന്ന് പറയാൻ മടിക്കല്ലേ മുഅ്മിനീങ്ങളെ. നിങ്ങൾ കണ്ടോ, സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ സഹോദരൻ, നിന്റെ ഇക്കാക്ക്, നിന്റെ അനുജന്, നിന്റെ പെങ്ങൾക്ക് ഒരു ദിർഹം നിങ്ങൾ സംഭാവന കൊടുത്താൽ, അവനെ സഹായിച്ചാൽ, നിന്റെ ഇക്കാക്ക്, നിന്റെ അനുജന്, നിന്റെ പെങ്ങൾക്ക് നീ ഒരു ദിർഹം നീ സംഭാവന കൊടുത്താൽ അതിന്റെ പ്രതിഫലം എത്രയാണെന്നറിയോ? മിസ്കീനായ മറ്റൊരാൾക്ക്, നമ്മുടെ കുടുംബത്തിലില്ലാത്ത മറ്റൊരു പാവപ്പെട്ട വളരെ പ്രയാസം അനുഭവിക്കുന്ന ഒരാൾ, നിന്റെ അല്ലെങ്കിൽ അത്രമാത്രം പ്രയാസമൊന്നുമില്ല,
നിന്റെ ജ്യേഷ്ഠന് അത്രമാത്രം സാമ്പത്തിക ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ അതിനേക്കാൾ പ്രയാസമുള്ള ഒരാൾ നമ്മുടെ മഹല്ലത്തിലുണ്ട്, നമ്മുടെ അയൽപ്പക്കത്തുണ്ട്, നമ്മുടെ അറിവിലുണ്ട്. അവനൊരു പക്ഷേ ആവശ്യക്കാരനാണ്. നീ അവന് 100 ദിർഹം കൊടുത്താൽ അത്രയും കൂലിയാണ് നിന്റെ ഇക്കാക്കാക്ക് നീ 1 റിയാൽ കൊടുത്താൽ, 1 ദിർഹം കൊടുത്താൽ പാവപ്പെട്ട മിസ്കീന് 100 ദിർഹം കൊടുത്തതുപോലെയാണെന്ന് സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. പങ്കുവെക്കണം നമ്മുടെ അനുഗ്രഹങ്ങൾ, പങ്കുവെക്കണം നമ്മുടെ സമ്പത്തുകൾ, പങ്കുവെക്കണം നമ്മുടെ സമയങ്ങൾ. പൈസ മാത്രമല്ല കൊടുക്കാനുള്ളത്. വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. അള്ളാഹു നമുക്ക് തന്നതാണ് സമയം. നമ്മുടെ കൂടപ്പിറപ്പുകളോടുകൂടെ ചെലവഴിക്കാൻ അവർക്ക് സമയം നാം കണ്ടുവെക്കണം. നമ്മുടെ ഭാര്യമാരോടൊപ്പം നമ്മൾ ട്രിപ്പ് പോകുന്നു, ഭാര്യമാരോടൊപ്പം നമ്മൾ വിരുന്ന് പോകുന്നു, ഭാര്യമാരോടൊപ്പം നമ്മൾ ഷോപ്പിങ്ങിന് പോകുന്നു. നല്ലത് തന്നെയാണ്, വേണ്ടതാണ്. പക്ഷേ ഒരു സമയത്ത് എൻ്റെ ഇക്കാൻ്റെ കൂടെ, എൻ്റെ അനുജൻ്റെ കൂടെ, എൻ്റെ പെങ്ങളുടെ കൂടെ, എൻ്റെ കൂടപ്പിറപ്പിൻ്റെ കൂടെ, എൻ്റെ ചോറയുടെ കൂടെ ഒരു വിനോദയാത്ര നമുക്കൊന്ന് ആലോചിച്ചാൽ എന്താ? അവരുടെ വീട്ടിൽ അല്പസമയം ഒന്ന് പോയിരിക്കുക. നമ്മുടെ വീട്ടിൽ കുറച്ച് നല്ല ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, നേരത്തെ വിളിച്ച് പറയും ഇക്കാക്ക ഇന്ന് ഭക്ഷണം കഴിക്കാൻ ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട്. അവിടെ ഭക്ഷണം തയ്യാറാക്കിയിട്ടൊന്നും ഉണ്ടാവില്ല. നമ്മുടെ വീട്ടിലുണ്ടാക്കി വിവുമായിട്ട് ഇക്കാക്കാൻ്റെ വീട്ടിലേക്ക് ചെല്ലുക, ഇക്കാക്ക അനുജൻ്റെ വീട്ടിലേക്ക് ചെല്ലുക. ഒരു ദിവസം പെങ്ങളുടെ വീട്ടിലേക്ക് നമ്മളെല്ലാവരും കൂടി പോവുക, അല്പസമയം നാം ചിലവഴിക്കുക. ഒരുപാട് സമ്പത്ത് കൊടുക്കുന്നതിനേക്കാൾ, ഒരുപാട് മറ്റുള്ള സൗകര്യങ്ങൾ കൊടുക്കുന്നതിനേക്കാൾ ഏറ്റവും പ്രധാനമാണ് സ്നേഹം പങ്കുവെക്കുക എന്നുള്ളത്, സമയം പങ്കുവെക്കുക എന്നുള്ളത്. റഹ്മാനായ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഒരു സാഹചര്യവും നമ്മുടെ ഇക്കാക്കാരോട് പിണങ്ങാനുള്ള കാരണമാകരുത്. ഒരു സാഹചര്യവും അതിന് കാരണമാകരുത്. ഒരുപാട് പ്രതിബന്ധങ്ങളുണ്ടാകും, കാരണങ്ങളുണ്ടാകും, ഒരുപാട് പരാതികളുണ്ടാകും. അവൻ എന്നെക്കുറിച്ച് അങ്ങനെ പറഞ്ഞു, അവൻ്റെ ഭാര്യ എൻ്റെ മക്കളെ ഇങ്ങനെ പറഞ്ഞു, അതല്ലെങ്കിൽ അവൻ എന്നെക്കുറിച്ച് ഇങ്ങനെ ആരോപണം നടത്തി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാകും. ഉള്ളതും ഇല്ലാത്തതൊക്കെ പറഞ്ഞിട്ടുണ്ടാകും. പക്ഷെ അതൊന്നും ബന്ധങ്ങൾ മുറിയാൻ കാരണമാകരുത്. അള്ളാഹു തആല തൗഫീഖ് നൽകട്ടെ. പെങ്ങന്മാരെ നമ്മൾ ചേർത്ത് പിടിക്കണം. നിങ്ങൾ കണ്ടോ സയ്യിദുനാ ജാബിർ ഇബ്നു അബ്ദില്ലാഹ് റളിയല്ലാഹു അൻഹു മഹാനവർകൾ ഖന്തക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. പോയവർക്കറിയാം, മദീനത്ത് പോയവർ സന്ദർശിക്കുന്ന സ്ഥലമാണ് ഖന്തക്ക്. ഖന്തക്ക് എന്ന് പറഞ്ഞാൽ അതികഠിനമായ പരീക്ഷണം നേരിട്ട യുദ്ധമാണ്. സഹാബികൾ ഒരുപാട് അധ്വാനിച്ച യുദ്ധമാണ്. ശത്രുക്കൾ വലിയ സൈന്യത്തോടുകൂടെ സഖ്യകക്ഷികളായി, മുനാഫിക്കുകളും ജൂതന്മാരും മക്ക മുശ്രിക്കുകളും എല്ലാവരും കൂടെ സഖ്യം ചേർന്നുകൊണ്ട് മുസ്ലിമീങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി പുറപ്പെട്ട വിവരം അറിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖന്തക്കിലേക്ക് വിളിച്ചു. അക്കൂട്ടത്തിലുമുണ്ട് ബഹുമാനപ്പെട്ട ജാബിർ ഇബ്നു അബ്ദില്ലാഹ് റളിയല്ലാഹു അൻഹു. പുതിയ പിള്ളയാണ്, അന്ന് കല്യാണം കഴിഞ്ഞിട്ടേ ഉള്ളൂ. അന്ന് കല്യാണം കഴിഞ്ഞിട്ട് മധുവിധു പങ്കിടേണ്ട രാത്രിയാണ്. ആ സമയത്ത് റസൂലുള്ള വിളിക്കുന്നത് ഒന്നും ആലോചിച്ചില്ല. ഇലാ ഹദ്റത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപിച്ചു. ഞാനുമുണ്ട് നബിയെ ഖന്തക്കിലേക്ക്. ഖന്തക്കിൽ നന്നായി പണിയെടുത്തു. റസൂലുള്ളാഹിന്റെ കൂടെ ഉറച്ചു നിന്നു. ഖന്തക്ക് കഴിഞ്ഞപ്പോൾ റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് ചെന്നു. യാ റസൂലല്ലാഹ്, ഞാൻ വീട്ടിലേക്ക് പോകട്ടെ നബിയേ, എൻ്റെ പുതിയ പെണ്ണ് എന്നെ കാത്തിരിക്കുന്നുണ്ട്. ഇന്നലെ നിക്കാഹ് കഴിഞ്ഞതാണ്. ആ നിക്കാഹ് കഴിഞ്ഞ പെണ്ണിനെ ഞാൻ ഒരു നോക്ക് കാണാൻ പോലും സമയം കിട്ടിയിട്ടില്ല. ഞാൻ പൊയ്ക്കോട്ടെ നബിയേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമ്മതം കൊടുത്ത് ചോദിച്ചു, അല്ല ജാബിറേ, ഏതാണ് പെണ്ണ്? എവിടെന്നാ കല്യാണം കഴിച്ചത്? ആരുടെ മോളാണ്? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ജാബിർ തങ്ങൾ പറഞ്ഞു, നബിയേ, ഇന്ന വീട്ടിലെ ഇന്ന സ്ഥലത്തെ ഇന്ന വീട്ടിലെ ഇന്നാളുടെ മകളാണ്. ആ സമയത്ത് റസൂൽ ചോദിച്ചു, അല്ല ജാബിറേ, അവള് മറ്റൊരാളെ വിവാഹം കഴിച്ച പ്രായമുള്ള സ്ത്രീയല്ലേ? നീ എന്ത് പണിയാ കാണിച്ചത്? നീ ചെറുപ്പക്കാരനല്ലേ, നല്ല യുവാവല്ലേ, നീ സുന്ദരനല്ലേ? ഇത്രമാത്രം പ്രായമുള്ളൊരു പെണ്ണിനെ എന്തിനാ നീ കല്യാണം കഴിച്ചത്? നിനക്ക് പറ്റാവുന്ന പ്രായത്തിലുള്ള സ്ത്രീകൾ ധാരാളമുണ്ടല്ലോ. എന്തേ ജാബിറേ നിനക്ക് പറ്റിയത്? ഈ സമയത്ത് റസൂലുള്ളാഹിയോട് പറഞ്ഞു, നബിയേ, എൻ്റെ ബാപ്പ മരിക്കുന്ന സമയത്ത് വഫാത്തായത് ഉഹദിലാണ് ഷഹീദായത്.
ഷഹാദത്ത് ഏറ്റുകൊണ്ട് രക്തം വാർന്നുകൊണ്ട് പിടയുമ്പോൾ എൻ്റെ ബാപ്പ എന്നെ വിളിച്ചു, മോനെ ജാബിറേ, ഇനി ഉപ്പ ഉണ്ടാവില്ല, ഇനി ഉപ്പ ജീവിച്ചിരിക്കാൻ സാധ്യതയില്ല, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് യാത്ര പറയുന്ന സമയത്ത് അവസാനം എൻ്റെ ബാപ്പാൻ്റെ ഒരു വസിയ്യത്തുണ്ട്. എന്താണ് വസിയ്യത്ത്? ജാബിറേ, നിനക്ക് 9 പെങ്ങന്മാരാണ്, ആ പെങ്ങന്മാരെ പൊന്നുപോലെ നോക്കണം കേട്ടോ. അവർക്കൊരു പ്രയാസവും വരുത്താൻ പാടില്ല, ബുദ്ധിമുട്ടും വരുത്താൻ പാടില്ല. ജാബിർ തങ്ങൾ പറഞ്ഞു, നബിയെ, എനിക്ക് വിവാഹത്തിൻ്റെ പ്രായമായപ്പോൾ ഞാൻ വിവാഹം കഴിച്ചില്ല. ഈ സമയത്ത് പെങ്ങന്മാരെ നിർബന്ധിച്ചു, ഇക്കാക്ക കല്യാണം കഴിക്കണം. അവസാനം വിവാഹാലോചനയായി പലരും പല തറവാട്ടിലും കുട്ടികളെക്കുറിച്ച് അന്വേഷണം പറഞ്ഞു. ആ സമയത്ത് ജാബിർ തങ്ങൾ ഒന്നും അംഗീകരിക്കുന്നില്ല. അവസാനം ആരോ പറഞ്ഞു, അങ്ങനെയാണെങ്കിലേ ജാബിറിന് നമുക്ക് ആ വീട്ടിൽ ഒരു വിധവയായൊരു പെണ്ണോട് തള്ളച്ചിയുണ്ട്, അതിനെ പോയി ആലോചിക്കാമെന്ന് പറഞ്ഞു. അവനക്ക് ഇതൊക്കെ കാണിച്ചു കൊടുത്തിട്ടൊന്നും ഇഷ്ടപ്പെടുന്നില്ലല്ലോ, ആ പ്രായമുള്ള പെണ്ണിനെ കെട്ടിക്കോട്ടെ എന്ന് പറഞ്ഞു. ഇതങ്ങോട്ട് പറഞ്ഞപ്പോൾ ജാബിർ പറയാണ്, അങ്ങനെയുള്ള സ്ത്രീ എവിടെ ഉള്ളത്? ഏത് വീട്ടില്ല? ഇന്ന വീട്ടിലാണ്, ഇന്ന് പോവാന്ന് പറഞ്ഞ് പെണ്ണ് കാണാൻ പോയി. ജാബിർ തങ്ങൾ സുന്ദരനാണ്, സുമുഖനാണ്. വീട്ടിലേക്ക് ചെന്നു, പെണ്ണ് കണ്ടു, ഇഷ്ടപ്പെട്ടു. ഈ പെണ്ണ് മതിയെന്ന് പറഞ്ഞു. തന്നേക്കാൾ പ്രായമുള്ള സ്ത്രീയാണ്, നേരത്തെ പല വിവാഹം കഴിച്ചുകൊണ്ട് തലാക്ക് ചൊല്ലപ്പെട്ടതോ ഭർത്താവ് മരിച്ചതോ ആയ സ്ത്രീയാണ്, വിധവയാണ്. ഈ പെണ്ണിനെയാണ് കല്യാണം കഴിച്ചു കൊണ്ടുവന്നിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, നബിയേ, ഞാൻ അവളെ തിരഞ്ഞെടുക്കാനുള്ള കാരണം മറ്റൊന്നുമല്ല, 9 പെങ്ങന്മാരെ വാപ്പ ഷഹീദാകുന്ന സമയത്ത് പൊന്നുപോലെ നോക്കണം, അവർക്ക് വിഷമൊന്നും വരുത്തരുതെന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാ പോയത്. ഞാൻ എൻ്റെ പെങ്ങന്മാരുടെ സമപ്രായക്കാരായ ഒരു സ്ത്രീയെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നാൽ, ഭാര്യയായി സ്വീകരിച്ചാൽ, സ്വാഭാവികമായിട്ടും ഒരേ പ്രായത്തിലുള്ള കുട്ടികളാകുമ്പോൾ ചിലപ്പോൾ വഴക്കുണ്ടാവാൻ സാധ്യതയുണ്ട് അല്ലേ? ഈ സമയത്ത് കുറച്ച് പ്രായമുള്ള സ്ത്രീയാകുമ്പോൾ എൻ്റെ പെങ്ങന്മാരെ നല്ലതുപോലെ ഒരു ഉമ്മാൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് നോക്കുമല്ലോ. അതേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ നബിയെ, എൻ്റെ പെങ്ങന്മാരുടെ സന്തോഷം, അതാണ് ഞാൻ ആഗ്രഹിച്ചത്. ബാറക്കല്ലാഹു ഫീക് നബിയുനാ റസൂലുള്ളാഹ്. അള്ളാഹു നിനക്ക് ബറക്കത്ത് ചെയ്യട്ടെ. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജാബിർ തങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്തുവെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാനത് പറഞ്ഞത് ചെറുപ്പത്തിൽ നമ്മൾ പൊന്നുപോലെ നോക്കിയ നമ്മുടെ കരളിൻ്റെ തുടിപ്പായ നമ്മുടെ പെങ്ങന്മാർ, ഇപ്പോൾ ഞാനും അവളുമായിട്ടുള്ള ബന്ധം എത്രമാത്രമുണ്ട് എന്ന് നാം എല്ലാവരും സ്വന്തം മനസാക്ഷിയോട് ചോദിച്ച്, ഇൻഷാ അല്ലാഹ് ആ ബന്ധത്തിൽ വല്ല കുറവുകളും വന്നിട്ടുണ്ടെങ്കിൽ, വല്ല അപാകതകളും വന്നിട്ടുണ്ടെങ്കിൽ, സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഒരു കഥ പറയുന്നുണ്ട്. മക്കയിലെ വലിയ പ്രമുഖനായ പണ്ഡിതൻ, ആ പണ്ഡിതൻ പറഞ്ഞു കൊടുത്ത കഥയാണ്, മറ്റൊന്നുമല്ല. പരിശുദ്ധമായ കഅബ ശരീഫിൽ മുഴുവൻ സമയം ചെലവഴിച്ച ഒരു സഹോദരൻ. അദ്ദേഹത്തിന് വേറെ ഹോബിയൊന്നുമില്ല, 24 മണിക്കൂറും മത്താഫിലാണ്, കഅബക്ക് ചുറ്റും തവാഫ് ചെയ്യുക എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഹോബി. സമയം കിട്ടിയാൽ തവാഫ് ചെയ്യുക, ഖുർആൻ ഓതുക, ദിക്ർ ചൊല്ലുക, ഇബാദത്ത് ചെയ്യുക, ഉംറ ചെയ്യുക, ഇതല്ലാതെ മറ്റൊരു ചിന്തയില്ലാത്ത ഒരു ആബിദായ, ഒരു തെറ്റും ചെയ്യാത്ത ഒരാൾ. അയാളെ മക്കയിലുള്ള ഒരാൾ സ്വപ്നത്തിലൂടെ ദർശനം ലഭിക്കുന്നു. എന്താ സ്വപ്നം എന്നറിയോ? ഹുവ ഫിന്നാർ, അയാൾ നരകത്തിലാണ്, അയാൾ നരകത്തിലാണ്. ഈ സമയത്ത് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ചോദിച്ചു ആ പണ്ഡിതനോട്, എന്തേ അങ്ങനെ പറയാൻ കാരണം? അദ്ദേഹം നരകത്തിലാകാനുള്ള കാരണം അദ്ദേഹത്തോട് തന്നെ സ്വപ്നത്തിലൂടെ ചോദിച്ചപ്പോൾ അദ്ദേഹം കൊടുത്ത മറുപടി, കാനത്ലി ഉഖ്തുൻ സഗീറ ഹജറത്തുഹാ ലിസ്സൗജ, എനിക്കൊരു കൊച്ചു പെങ്ങളുണ്ടായിരുന്നു, മിസ്കീനത്താണ്, പാവമാണവൾ. അവളും എൻ്റെ ഭാര്യയും തമ്മിൽ എന്താ അഭിപ്രായ വ്യത്യാസമുണ്ടായി. ഈ സമയത്ത് എൻ്റെ ഭാര്യ പറഞ്ഞു, ഞാൻ വീട്ടിൽ നിൽക്കണമെങ്കിൽ അവളെ പുറത്താക്കണം, അല്ലെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകും. അവളും ഞാനും കൂടി യോജിക്കില്ല. അവൾ പോവുകയാണെങ്കിൽ അവിടെ നിൽക്കാം, അല്ലെങ്കിൽ ഞാൻ വീട്ടിലേക്ക് പോവുകയാണ്, രണ്ടാളും തീരുമാനിച്ചോളൂ. ഈ സമയത്ത് ഇദ്ദേഹം പറഞ്ഞു, ഞാൻ എൻ്റെ ജീവിതമല്ലേ, എൻ്റെ മക്കളുടെ ജീവിതമല്ലേ, എൻ്റെ ഭാര്യയുടെ പ്രീതിക്ക് വേണ്ടി, എൻ്റെ ഭാര്യ നഷ്ടപ്പെടാതിരിക്കണമെന്നുള്ള ചിന്തയോടുകൂടെ
എൻ്റെ പെങ്ങളെ ഞാൻ വീട്ടിൽ നിന്ന് പറഞ്ഞയച്ചു. അതുകൊണ്ട് അള്ളാഹു എനിക്ക് ഞാൻ ഇതുവരെ ചെയ്ത ഇബാദത്തൊന്നും അള്ളാഹു സ്വീകരിച്ചില്ല. തവാഫുകൾ സ്വീകരിച്ചില്ല, ഖുർആൻ പാരായണങ്ങൾ സ്വീകരിച്ചില്ല, ഉംറകൾ സ്വീകരിച്ചില്ല. അത് മുഴുവനും എനിക്ക് എതിരായി സാക്ഷി പറയുന്ന സാഹചര്യം വന്നു. കാരണം ഒന്ന് മാത്രമാണ്, പെങ്ങളെ അകറ്റി നിർത്തി. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. നല്ലൊരു അമീനായിക്കോട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. എന്നെ പോലെ തന്നെ സഹോദരിമാർ വളരെ ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധ വേണം. നമ്മുടെ ഒരു ചലനം കൊണ്ട്, നമ്മുടെ ഒരു സമീപനം കൊണ്ട്, നമ്മുടെ ഒരു വാക്ക് കൊണ്ട് നമ്മുടെ ഭർത്താവ് അവരുടെ പെങ്ങന്മാരോട്, ഇവിടെ നാത്തുമാരെന്നല്ലേ പറയാ, ഇവിടെ എന്താ പറയാ, നിങ്ങളൊന്നും പറയില്ല, നാത്തുമാരെന്ന് പറയാം അല്ലേ. നമ്മുടെ ഒരു സമീപനം കൊണ്ട് ഭർത്താവിൻ്റെ പെങ്ങളോട് പിണങ്ങുന്ന ഒരു സെക്കൻഡ് എങ്ങാനും ഉണ്ടായിപ്പോയിട്ടുണ്ടെങ്കിൽ, ഒരു പക്ഷേ കാരണങ്ങൾ എമ്പാടുണ്ടാവും. ഉസ്താദിന് അവളെക്കുറിച്ച് അറിയാഞ്ഞിട്ടാന്ന് പറയും. ചിലപ്പോൾ ഒരുപാട് കാരണങ്ങൾ നിരത്താണ്ടാവും, ഒരുപാട് ആക്ഷേപങ്ങളുണ്ടാവും, ഒരുപാട് എല്ലാം നിങ്ങൾക്ക് പറയാനുണ്ടാവും. എന്തിൻ്റെ പേരിലാണെങ്കിലും നിങ്ങളുടെ ഒരു വാക്കുകൊണ്ട്, നിങ്ങളുടെ നോട്ടം കൊണ്ട്, കുടുംബത്തിലെ സമാധാനം ആഗ്രഹിച്ചുകൊണ്ട് നിന്റെ ഭർത്താവ് അവൻ്റെ പെങ്ങളോട് മിണ്ടാതിരിക്കുന്ന ഒരു സെക്കൻഡ് എങ്ങാനും നമ്മുടെ ദാമ്പത്യ ജീവിതത്തിനിടയിൽ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിനോട് ഹജ്ജ് നിസ്കരിച്ചിട്ട് തോബ ചെയ്തുകൊണ്ട് രക്ഷപ്പെടാൻ പറ്റുന്നതെന്ന് വിചാരിക്കേണ്ട. ആ പെങ്ങളെ പോയി കാണണം, പൊരുത്തം വാങ്ങിക്കണം, പൊരുത്തപ്പെടിപ്പിക്കണം. ഭർത്താവിൻ്റെയും പൊരുത്തം വാങ്ങണം, ആ പെങ്ങളുടെയും പൊരുത്തം വാങ്ങണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. നിങ്ങളൊക്കെ ആമീൻ പറഞ്ഞു, ഇവരാരും ആമീൻ പറഞ്ഞില്ല. പറഞ്ഞാ പതുക്കെ പറഞ്ഞാൽ മതിട്ടാ, പതുക്കെ പറഞ്ഞാൽ മതി. അപ്പുറത്ത് പിന്നെ കട്ടനായതുകൊണ്ട് ആൾക്കാരുണ്ടില്ലേ, നല്ല അച്ചടക്കമുള്ള ഉമ്മാരാണ്. അള്ളാഹു തആല നല്ല ബർക്കത്ത് ചെയ്യട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമ്മുടെ ഒരു സമീപനം, ഒരു ചലനം കൊണ്ട്, ഒരു പെരുമാറ്റം കൊണ്ട് നമ്മുടെ കുടുംബത്തിൽ വിള്ളലുണ്ടാകാൻ പാടില്ല. അള്ളാഹു തആല കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു തആല കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് അവ്വലു മൻ യഫിറു മിൻ അഖീഹി അൽ ഹാബീലു മിനൽ ഖാബീൽ. ആദ്യമായി മഹ്ശറിലെത്തിക്കഴിഞ്ഞാൽ തൻ്റെ കൂടപ്പിറപ്പിനെ കാണുമ്പോൾ ഓടിയകലുന്നത് ഹാബീലായിരിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹ്. എന്തുകൊണ്ട് ഓടുന്നു എന്ന് ചോദിച്ചാൽ, ദുനിയാവിൽ അടിച്ചമർത്തി കൊന്നു കളഞ്ഞു. തൻ്റെ സ്വാധീനം, തൻ്റെ വാക്ക് സാമർഥ്യം, തൻ്റെ വീട്ടിലുള്ള നമ്മുടെ സ്ഥാനം കണക്കാക്കിയിട്ട് അനുജനെ അടിച്ചമർത്തി. അനുജന് കൊടുക്കേണ്ട ആനുകൂല്യങ്ങളോ അതല്ലെങ്കിൽ സമ്പത്തോ അതല്ലെങ്കിൽ അനന്തര സ്വത്തോ അനുബന്ധമായ കാര്യങ്ങൾ അനുജന് കൊടുക്കാതെ നീ പിടിച്ചു വെച്ചു. എന്നൊരു തർക്കം വരുന്ന സമയത്ത് പറയും, ഉസ്താദേ ഇതൊക്കെ ആരെങ്കിലും മരിച്ചപ്പോൾ കൊണ്ടുപോകുമെന്ന് ചോദിക്കും. ഇതാരെ കൂടുതൽ പറയാന്നറിയാം, പിടിച്ചു വച്ചോനാ പറയാ. എന്തെങ്കിലും അഭിപ്രായം എന്താ? ആജിക്കാൻ്റെ അഭിപ്രായം എന്താ? എല്ലാവരും മരിച്ചു പോയത് കൊണ്ടുപോകുമെന്ന് ചോദിക്കുമല്ലോ, ഭയങ്കര ഈമാനോടെ ചോദിക്കുമല്ലോ. ഇത് ഏറ്റവും കൂടുതൽ ചോദിച്ചു കാണുന്നത് ഏറ്റവും കൂടുതൽ പിടിച്ചു വെച്ചവനാ. തർക്കിക്കാനും എന്നിട്ട് അവൻ കള്ളസാക്ഷ്യം പറഞ്ഞ് വേണ്ടാത്തരങ്ങൾ പറഞ്ഞ് മറ്റുള്ള ആളുകളെ കൂട്ടിപ്പിടിച്ച് അവൻ 24 മണിക്കൂറും അനാവശ്യമായ രീതിയിൽ സ്വത്ത് കൈക്കലാക്കാൻ വേണ്ടി ശ്രമിക്കും ചെയ്യും. ഇടക്ക് പുട്ടിൽ തേങ്ങ ഇടുന്നതുപോലെ, ഉസ്താദ് ഇതൊക്കെ ആരെ കൊണ്ടുപോവോ ഒക്കെ അവൻ കൊണ്ടുപോവുകയും ചെയ്യും. ഇവൻ നാളെ ആഖിറത്തിലെത്തുമ്പോൾ അവനെ പിടിച്ചു കെട്ടും അനുജൻ. സംശയിക്കണ്ട. എൻ്റെ കുടുംബത്തിൽ ഞാൻ അറിയുന്നൊരു സഹോദരൻ കുറച്ച് കാലമായിട്ട് നാട്ടിൽ ഉമ്മാനും വാപ്പേണ്ട ബന്ധമൊന്നുമില്ല. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആളുണ്ട് വന്ന് ഉമ്മാനെ കാറ് കയറ്റിയിട്ട് ഹോട്ടലിലേക്ക് കൊണ്ടുപോകുന്നു, ഡോക്ടറെ കാണിക്കാൻ. ഭയങ്കര സ്നേഹം ഉമ്മാട്, ഭയങ്കര സ്നേഹം. പടച്ചോനെ എന്തൊക്കെയാണെന്നറിയും. ഉമ്മ അങ്ങോട്ട് സന്തോഷം, എൻ്റെ കുട്ടി അങ്ങോട്ട് കൊണ്ടുപോയി ഇങ്ങോട്ട് കൊണ്ടുപോയി. വരുന്ന സമയത്ത് 1 കിലോ മുന്തിരിയെ കൊണ്ടുവരും, എൻ്റെ കുട്ടി ഇന്ന് മുന്തിരി കൊണ്ടുവന്നു എന്നൊക്കെ ഭയങ്കര സംഭവമാക്കിയിട്ട് പറയും. അങ്ങനെ ഒരു ദിവസം വടക്കാഞ്ചേരി രജിസ്റ്റർ ഓഫീസിലേക്ക് ഒരു ദിവസം കൊണ്ടുപോയി. ഉമ്മാനെ കൊണ്ടുപോയിട്ട് ലാസ്റ്റ് രജിസ്റ്റർ ഓഫീസിൽ കൊണ്ടുപോയി. എന്നിട്ട് കൊണ്ടുപോയിട്ട് പറഞ്ഞു, ഉമ്മ അങ്ങോട്ട് ഒപ്പിച്ചോളി. അതിനെന്താ മോനെ, എൻ്റെ മോനല്ലേ, ഞാൻ ഒപ്പിച്ചു കൊടുത്ത്. അന്ന് രാത്രി അവിടെ കിടന്നുറങ്ങി. പിന്നെ നേരെ വെളുത്ത് നോക്കും, മോനെയും കാണാനില്ല, ആരെയും കാണാനില്ല. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പറയാം, എൻ്റെ കുട്ടീനെ കാണാൻ എന്ത് പറ്റിയാണോ, എന്നോട് ഭയങ്കര സ്നേഹമായിരുന്നു എന്ന്. 2ാമത്തെ ആഴ്ച ഉണ്ട് കുറേ ആൾക്കാർ വീട്ടിലേക്ക് വരുന്നു. 1 മാസം കൂടി അവധിയുള്ളത് കഴിഞ്ഞ് ഇറങ്ങണം കേട്ടോ. വല്ലാഹി സാക്ഷ്യം ഉണ്ടായതാണ്, എൻ്റെ അനുഭവത്തിലുണ്ടായതാണ്, ഞാൻ അറിയുന്ന കുടുംബത്തിലുണ്ടായതാണ്. ആ ഉമ്മ അപ്പോഴാണ് ആ വഞ്ചന മനസ്സിലാക്കിയത്. അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠ സഹോദരങ്ങൾ 4 പേരുണ്ട്, 3 പെങ്ങന്മാരുണ്ട്.
ഇവർക്കൊക്കെ അവകാശപ്പെട്ട സ്വത്ത് ഉമ്മയെ കൈക്കലാക്കിയിട്ട് ഒപ്പ് മേടിച്ചിട്ട് മുങ്ങിക്കളഞ്ഞു. ഒരു പക്ഷെ അവൻ ചിന്തിക്കുന്നുണ്ടാകും, ഞാനൊക്കെ തട്ടിയെടുത്തു, എനിക്ക് സമ്പത്ത് കിട്ടി, സന്തോഷമായെന്ന് കരുതുന്നുണ്ടാകും. ആ 4 ജ്യേഷ്ഠന്മാരും 3 പെങ്ങന്മാരും അവിടെ എത്തുന്ന സമയത്ത് ഓടി വരും. എന്നിട്ട് പറയും, എടാ മക്കളെ, എൻ്റെ സഹോദരിമാരെ, അബദ്ധം പറ്റിയതാണ്, പൊരുത്തപ്പെടണമെന്ന് പറയുമ്പോൾ പിടുത്തം കൊടുക്കൂല. ഇവിടെ എത്തുന്ന സമയത്ത് ചിലപ്പോൾ വാക്കുകൊണ്ട് അടിച്ചമർത്തും, ചിലപ്പോഴൊക്കെ വാക്കുകൊണ്ട് അടിച്ചമർത്തും, മറ്റുള്ളവരെ മുന്നിൽ വെച്ചുകൊണ്ട് പരിഹസിക്കും. ചിലപ്പോൾ ജ്യേഷ്ഠനെ കുറിച്ച് അനുജനെ കുറിച്ച് പലരും പറയണം പെങ്കൂസനാണെന്ന്. ഇവിടെ പറയലുണ്ട് അങ്ങനെ, അല്ലാഹ് കാക്കട്ടെ, പെങ്കൂസനാന്ന് പറയും. വല്ലാത്തൊരു വാക്കാണത്. എന്തുകൊണ്ടാ പെങ്കൂസൻ എന്ന് പറയണമെന്നറിയോ? ഒരു പക്ഷേ ഭാര്യനെ ആത്മാർത്ഥമായി സ്നേഹിച്ചിട്ടുണ്ടാവും. വാക്കുകൾ പറയുമ്പോൾ ശ്രദ്ധിക്കണം, ചിന്തിക്കണം. ഒരു പക്ഷേ ഭാര്യനെ ചേർത്ത് പിടിച്ചിട്ടുണ്ടാകും. കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നം വന്നപ്പോൾ ഭാര്യ ഭർത്ത ബന്ധം അത് ഉലയാൻ പാടില്ല, മക്കൾ നഷ്ടപ്പെടാൻ പാടില്ല എന്ന് പേടിച്ച് ആ സാധു ഭാര്യയെ ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാകും. അപ്പോഴേക്കും പറഞ്ഞു പെങ്കൂസനാണ്. അവൻ്റെ മനസ്സ് വേദനിച്ചു പോയില്ലേ? അവരെ നിങ്ങൾ പരിഹസിക്കുകയല്ലേ ചെയ്തത്? അവരെ നിങ്ങൾ വേദനിപ്പിക്കുകയല്ലേ ചെയ്തത്? ആ സാധു ഒന്നും നിങ്ങളെ തിരിച്ചു പറഞ്ഞില്ല. എല്ലാവരുടെ മുന്നിൽ വെച്ചും പറയാണ്, അനുജനല്ലേ, അവൻ പാൻ്റെ കാര്യം പോക്ക, അവൻ പെണ്ണിൻ്റെ കൂടെയാണ്. എല്ലാവരോടും പറയുന്നു, കല്യാണ സദസ്സിലും എന്ന് മറ്റുള്ള വേദികളിലുമൊക്കെ ആള് കൂടുന്നിടത്തൊക്കെ അനുജനെ കുറിച്ച് കുറ്റം പറയുന്നു. അവനൊന്നും തിരിച്ചു പറയുന്നില്ല എന്ന് കരുതിയിട്ട് നീ വലിയ ആളായി, ജനങ്ങൾക്ക് മുന്നിൽ, കുടുംബക്കാർക്ക് മുന്നിൽ നീ വലിയ ആളായി എന്നല്ലേ ധാരണ. എന്നാൽ ഇപ്പോൾ നിന്റെ കുടുംബം മാത്രമാണ് ഇതേക്കുറിച്ചറിഞ്ഞത്. അബൂന അബുൽ ബശ്റാദൻ നബി അലൈഹിസ്സലാം മുതൽ ലോകം അവസാനിക്കുന്ന അവസാന ദിവസം വരെ കഴിഞ്ഞുപോയ മുഴുവൻ ആളുകളും സമ്മേളിക്കുന്ന മഹ്ശറ. ആ മഹ്ശറയിലെത്തുന്ന സമയത്ത് അവിടെ എല്ലാവരുമുണ്ട്. അമ്പിയാക്കളുമുണ്ട്, ഔലിയാക്കളുമുണ്ട്, സാലിഹീങ്ങളുണ്ട്, എല്ലാവരുമുണ്ട്. അവിടെ വെച്ചുകൊണ്ട് നിന്റെ അനുജൻ നിന്നെ പിടികൂടും, നിന്റെ അനുജൻ നിന്നെ മുഖം തിരിച്ചു കളയും. ഈ സമയത്ത് നിന്റെ അനുജന്റെ പിന്നാലെ നീ ഓടിപ്പോകും. എടാ, അന്ന് ഞാൻ നിന്നെ ആക്ഷേപിച്ചു, നിന്നെ പരിഹസിച്ചു, കുടുംബത്തിൽ വെച്ചുകൊണ്ട് നിന്നെ ഒറ്റപ്പെടുത്താൻ ഞാൻ ശ്രമിച്ചു, എനിക്ക് പൊരുത്തപ്പെട്ടതാടാ എന്ന് പറഞ്ഞുകൊണ്ട് ഇക്ക അനുജന്റെ പിന്നാലെ ഓടിപ്പോകുമ്പോൾ അവൻ പിടുത്തം കൊടുക്കാതെ ഓടിപ്പോകുമെന്ന് ഖാലല്ലാഹു അസ്സ വജൽ. പണ്ടൊക്കെ വഅദ് പറയുമ്പോഴേ ഖാലല്ലാഹു അസ്സ വജൽ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇങ്ങനെ സുബ്ഹാനഹു വ തആല ലാ ഇലാഹ ഇല്ലാഹു ഉറക്കെ പറയില്ലേ. ഇൻഷാ അല്ലാഹ് അവിടേക്ക് നമ്മൾ എത്തണം. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ സദസ്സ് കണ്ടപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ പോയി, കാരണം പ്രായമുള്ളവരല്ലേ. ഞാനൊരു അഭിപ്രായം പറയാണ്, ഇൻഷാ അല്ലാഹ് കാരണവന്മാർക്ക് ഒരു സംഘം ഉണ്ടാക്കണം അവിടെ കേട്ടോ. അഭിപ്രായം കേട്ടോ, തീരുമാനമല്ല കേട്ടാ. ഇൻഷാ അല്ലാഹ് അവരെ നമ്മൾ ആക്റ്റീവ് ആക്കണം. കാരണം പ്രായമായാൽ പിന്നെ വല്ലാതെ തിക്കും തിരക്കും ബഹളമൊന്നും ഉണ്ടാവില്ല, ഒറ്റപ്പെട്ടു പോകും. എൻ്റെ ബാപ്പ 76 വയസ്സെന്നാ പറയണത്, ഉമ്മ പറയും 76 പോരാ, ഒമ്പർക്ക് 78 ആയിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ ചന്ദ്രൻ 76 വയസ്സെന്നാ പറഞ്ഞത്. അപ്പോൾ ഞാൻ ചന്ദ്രനൊക്കെ ഒരു സ്കൂൾ പഠിച്ചതാന്ന് പറയും ഉപ്പ. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റലിൽ പോയിരുന്നു കൊണ്ടുപോയി. അപ്പോൾ പറഞ്ഞതാണ് ഡോക്ടറോട് 76 വയസ്സൊക്കെ എന്ന് പറയുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ മെഡിക്കൽ കോളേജിൽ ഒരു വലിയ ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ച്, ഈ എല്ലിൻ്റെ ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചു. ഇവർക്ക് തീരെ വയ്യ, പ്രായമായിട്ടുണ്ട്. അള്ളാഹു എല്ലാവർക്കും ആഫിയത്ത് കൊടുക്കട്ടെ. അപ്പോൾ ആ സമയത്ത് ഡോക്ടർ പറഞ്ഞു, ഉസ്താദേ, നിങ്ങളെ വാപ്പ ഈ പ്രായത്തിൽ ഇങ്ങനെ എഴുന്നേറ്റ് നടക്കുന്നില്ലേ, അത് വലിയ അനുഗ്രഹമാണ്. അപ്പോൾ ചെറിയൊരു പ്രയാസം, ചെറുപ്പത്തിൽ തന്നെ ഒരു പോളിയോ ബാധിച്ചൊരു പ്രയാസം ഉണ്ടായിരുന്നു. ഈ സമയത്ത് ഈ പ്രായത്തിലും ഇങ്ങനെ നടക്കുന്നില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞൊരു കാര്യം, ഇപ്പോഴും ഉപ്പ മറിയാതെ വീഴാൻ നടക്കണമെന്ന് വെച്ചാൽ ചെറിയ കച്ചവടം ഉണ്ട് ഉപ്പാക്ക്, ചെറിയൊരു ബിസിനസ്, ചെറിയൊരു സ്ഥാപനമുണ്ട് പരവൂര്. അപ്പോൾ ഇപ്പോഴും രാവിലെ സുബഹി നിസ്കാരം ഞാൻ നേരെ കടയൊക്കെ പോവുക, എത്ര പറഞ്ഞാലും കൂട്ടാക്കില്ല. അവിടെ പോയി മുപ്പർ അവിടെയൊക്കെ എന്തെങ്കിലും ഒന്ന് കാട്ടിക്കൂട്ടിയിട്ട് ഈ കടയിൽ